മധ്യപ്രദേശിന്റെ ലാസ്റ്റ് ഡിസ്ട്രിക്റ്റായ റീവ ജില്ല വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് യു പിയിലെ വാരണാസിയിലേക്ക്. താഴോട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് നോക്കുമ്പോൾ കാണുന്ന പോലത്തെ കൃഷി സ്ഥലങ്ങളാണെന്ന് തോന്നുന്നത്. നീന, ഞാനൊരു സത്യം പറയട്ടെ? പറഞ്ഞോ. ഞാൻ കാശിന്ന് ഞാൻ തിരിച്ചു വരുന്നില്ല. അയ്യോ, ഞാൻ തന്നെ പോകേണ്ടി വരുമോ? നീന, ഇനി ബിസിനസ്സും പിള്ളേരുടെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ തന്നെ നോക്കണം. കണ്ടില്ലേ സുബി? എന്താ കണ്ടില്ലേ? എന്നാ 2 ബൈക്ക് ഒതുക്കിയതുണ്ട് എന്നെ തന്നെ കണ്ടപ്പോ. ആണോ? അത് ശരി. എന്റെ അമ്മ എനിക്ക് പേടിയായിപ്പോ. ശരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് റീവ മധ്യപ്രദേശിലെ MP ലാസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ്. അടുത്തത് നമ്മൾ ഇനി വാരണാസിയിലോട്ട്, യു പി ഉത്തർപ്രദേശിലേക്കാണ് ഇനി കയറുന്നത്. അപ്പൊ MP ബോർഡർ ആണിത്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ വാരണാസിയാണ്. ഇന്ന് ഫോർ ഷുവർ വാരണാസി എത്തും എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നു. ഇന്നലെ എത്തണമെന്ന് വിചാരിച്ച വണ്ടിയുടെ കുറച്ച് റിപ്പയർ കൊണ്ട് നടന്നില്ല. എനിവേ ക്ലിയർ ആയി. ഇത് പ്രത്യേകിച്ച് അതിൻ്റെ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് റീവ. ഇത് എയർപോർട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ക്യാപിറ്റൽ ഹെഡാണ്. റീവ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്. ഇത് ലാൻഡ് ചെയ്യുന്ന സൗണ്ട് ഒക്കെ കേൾക്കാം. അതെ അതെ, എയർപോർട്ടിന് തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. Hi, please say up command. സോ ഇതാണ് റീവയിലെ കാഴ്ചകൾ. ഇപ്പോൾ ഒരു ഫ്ലൈഓവേഴ്സ് ഒത്തിരി ഉണ്ട് ഇവിടെ. ഒരു കാര്യം എന്ന് പറയുന്നത് ടൗൺസ് വിജനമായി കിടക്കുന്ന സ്ഥലങ്ങൾ വളരെ വിജനമായിട്ടും കിടക്കുന്നു. ടൗണുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് കൺജഷനാണ്. ഇപ്പം നമ്മുടെ ഓരോ ഡിസ്ട്രിക്ട് ഹെഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ, എറണാകുളം അല്ലെങ്കിൽ കോട്ടയം എന്നൊക്കെ പറയുന്ന പോലെ ഇത് എല്ലാ ഡിസ്ട്രിക്ട് ഹെഡുകളും ഓരോ എറണാകുളമാണ്, ഓരോ കൊച്ചിയാണ്. അതുപോലെ തിരക്കും ട്രാഫിക്കുമാണ്. ഇതായപ്പോൾ നമ്മളൊരു ഫ്ലൈ ഓവർ കയറുക. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഫ്ലൈ ഓവറാണ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. വിച്ച് മീൻസ് അതുപോലെ തിരക്കായിരിക്കും ടൗണുകളിൽ. അതുപോലെ കട്നി ചെന്ന സമയത്ത് 5 റെയിൽവേ സ്റ്റേഷൻസാണ് അവിടെ ഉള്ളത് ഒരു ടൗണിൽ തന്നെ. ഇപ്പോൾ കോട്ടയം ടൗണിൽ 5 റെയിൽവേ സ്റ്റേഷൻ അല്ലെ, എറണാകുളം ടൗണിൽ 5 റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ ടൗണിൽ പോലും 2 അല്ലേ വരുന്നുള്ളൂ. അല്ലെ തൃപ്പൂണിത്തുറ കൂട്ടിയാൽ തന്നെ, ആലുവ കൂട്ടിയാൽ തന്നെ 4. ഇത് അതിനേക്കാളും ക്ലോസ് ടു ആയിട്ടാണ് 5 റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കട്നിയിലെ കാര്യമാണ്. കട്നി മുമ്പത്തെ ഡിസ്ട്രിക്റ്റ് ആണ്. സോ ഇതാണ് റീവ ക്യാപിറ്റൽ. ബട്ട് അത്ര സ്മാർട്ട് അല്ല, കാരണം ഒത്തിരി പഴയ ടൗണുകളാണ്. പിന്നെ ഇവിടെ പബ്ബ്, നൈറ്റ് ക്ലബ്സ് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന വഴി കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുവിധ ന്യൂ ബിൽഡിംഗ് അല്ലെ റിനോവേറ്റഡ് ബിൽഡിങ്സും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഫ്ലൈ ഓവേഴ്സിൽ തന്നെ കണക്ട് ചെയ്ത് അടുത്ത റീറൂട്ടിങ്. നാഷണൽ ഹോസ്പിറ്റൽ ഉണ്ട്. കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെ ഇത് എയർപോർട്ടുമായിട്ട് അടുത്തായതുകൊണ്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഹോട്ടൽസ് ടവർ പോലെ തെങ്ങുംതോപ്പ് നിൽക്കുന്ന പോലെ നിൽക്കുക ഹോട്ടൽസ്. അത് നല്ല ഹൈറൈസ്ഡ് ബിൽഡിങ്സ് ആ ഹോട്ടൽസ് എല്ലാം. പിന്നെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്റേഴ്സ് ആയിരുന്നു. വലിയൊരു ഭരണിക്കകത്തുണ്ടോ അവര് വെള്ളവും എന്തൊക്കെ വെച്ചേക്കുന്ന ആ കുപ്പിക്കകത്തായി വെറുതെ ആ വെള്ളം ആ ജാറിനകത്താ, ആ ഒരു ബ്ലൂ പിങ്ക് ആ ഒരു ബോക്സിനകത്താ അവരുടെ വെള്ളം എല്ലായിടത്തും സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ ഒരു കളർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇവിടെ മധ്യപ്രദേശ് ഫുള്ള് ഈ ഒരു പാറ്റേൺ. നമ്മുടെ ജാറിനകത്തെ പോലെ വെള്ളം ആരും വെച്ചേക്കുന്ന ഞാൻ എങ്ങും കണ്ടിട്ടില്ല. നമ്മള് മിനറൽ വാട്ടർ വാങ്ങിക്കില്ലേ, അങ്ങനെ നമ്മൾ
മധ്യപ്രദേശിൻ്റെ ലാസ്റ്റ് ഡിസ്ട്രിക്റ്റായ റീവ ജില്ല വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യു പിയിലെ വാരണാസിയിലേക്ക്. നീന വണ്ടി ഓടിക്കുന്നു, കൂൾ ഡ്രൈവ്. ഇതിപ്പോൾ NH30 ആണേ. ഇത് ഈ അപ്രോച്ച് റോഡൊക്കെ കയറുന്നത് ഈ പറഞ്ഞ പോലെ റിവർ അങ്ങനെയൊന്നും അല്ല, അടിയിൽ കൂടെ ക്രോസിങ് പോകുന്നതിൻ്റെ ചെറിയ ചെറിയ ക്രോസിങ് ഇല്ലെങ്കിലും ഇനിയും ചെറിയ ടൗൺസ് വരുന്ന സമയത്തും ഈ പറയുന്ന പോലെ വലിയ ടൗൺ അല്ല, ചെറിയ ഗ്രാമപ്രദേശമൊക്കെയാന്ന് പറഞ്ഞാലും അത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ. ഇത് എന്തോ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, കൊറേ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ, അടുപ്പിച്ചടുപ്പിച്ച് കണ്ടിന്യൂസ്. ബോർഡർ ഏരിയ ഒക്കെ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഇപ്പൊ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്ര അടുത്ത്. ഒരു 1 കിലോമീറ്റർ ഫുള്ള് കൺസ്ട്രക്ഷനാ. പല ഇതേ കണ്ടോ ഇവിടെ എല്ലാം ആ സൈഡ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷനാ ഇവിടെ നടക്കുന്നത്. എന്തോ ഡെവലപ്പ് ചെയ്ത് എന്തോ ഒരു വലിയ ഇതാക്കാനുള്ള ഒരു പരിപാടി, ടൗൺഷിപ്പ് ആക്കാൻ. ഇവിടെ നടക്കുന്നു കൺസ്ട്രക്ഷൻ. ഫാമിങ്, കൃഷിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലൈമറ്റിന്റെ ഇതുകൊണ്ടായിരിക്കും ഡ്രൈ ആയിട്ട് കിടക്കുന്നല്ലേ. ഇപ്പൊ ഈ സമ്മർ ആയതുകൊണ്ടായിരിക്കും. ഇതെന്താ പുളിയോ? എന്താ അത്? ഇത് പുളിയുണ്ട്. പിന്നെ നമ്മുടെ മിക്കവാറും ആല് കാണുന്നുണ്ട്, ആല്. അതെന്താ പള്ളി? ദ്വിവേദി ബിസിനസ് പാർക്കല്ല, അതൊരു ഹോട്ടലാണ്. പിന്നെ ഒരു ആശ്വാസകരമായ കാര്യം ഈ പറയുന്ന പോലെ റോഡ് ടാറിങ് റോഡായി. മധ്യപ്രദേശ് കയറിയ മുതൽ കോൺക്രീറ്റ് റോഡായിരുന്നു. എൻ്റെ അമ്മയെ ഭയങ്കര പാടായിരുന്നു. ഇപ്പം നല്ല സ്മൂത്തായിട്ട് പോകുന്നു റോഡ്. ചെടിയൊക്കെ നല്ല വെട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അല്ല, അത് വെട്ടിയിട്ടേക്കുക. എന്താ വെട്ടി നിർത്തിയേക്കും. ലാൻഡ് കണ്ടോ, കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടോ നല്ല. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ നല്ല നെൽകൃഷിയാണ് കൂടുതലും കാണുന്നത്. നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ഒരു കൃഷി നടത്തുന്നതെല്ലാം ഒരുമിച്ച്, എല്ലാവരും ഒരേപോലെ ഒരുമിച്ചല്ലേ വിത്തിറക്കുന്നതും എല്ലാം. പക്ഷെ ഇവിടെ എല്ലാം കണ്ടോ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫ്രണ്ട് ഏരിയ മുഴുവൻ വിൽക്കാൻ വേണ്ടിയിട്ട് പ്ലോട്ട് തിരിച്ചേക്കാൻ തോന്നുന്നു. ഇതിനകത്ത് തന്നെയായിരുന്നു നമ്മള് ബാക്ക് സൈഡിൽ കണ്ടത് കൺസ്ട്രക്ഷന്റെ പല ഇതിനകത്ത് തന്നെയാ കണ്ടത്. ഓ, ഇവിടെ ഇങ്ങനെ പാടം നികത്തി ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും പറ്റില്ലല്ലോ. നോക്കത്ത ദൂരത്ത് കിലോമീറ്റർ കണക്കിന്, ഹെക്ടർ കണക്കിന് വലിയ കിലോമീറ്റർ സ്ക്വയറിലാണ് പിന്നെ ഇവിടെ ഉള്ള ഇത് കൃഷി സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം ചുടുകട്ട വെച്ച് ചെയ്തു കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ. പക്ഷെ ഒന്നിനും പ്ലാസ്റ്ററിങ് ഇല്ല. അത് ചില വളരെ പ്രധാനപ്പെട്ട ചില ബിൽഡിങ്ങുകൾ, സ്കൂളുകളൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പിന്നീട് ഈ ചിലവ് കുറയ്ക്കാനും. പിന്നെ ഇവിടെ മഴയില്ലല്ലോ, പ്രധാനമായിട്ട് ഇവിടെ മഴ കുറവല്ലേ, അതുകൊണ്ടായിരിക്കും. മാവ് നല്ലപോലെ ഉണ്ട്. അതായത് മാവിൻ തോപ്പുകളായിട്ട് ഇതാ കാണുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന എല്ലാം മാവാണ്. ചെറിയൊരു ടൗൺഷിപ്പ്. ഇത്രയൊക്കെ ഉള്ളു പോകുന്ന വഴിക്ക് ഹൈവേ സൈഡിലെ ടൗൺഷിപ്പുകൾ എന്ന് പറയുന്നത്. ചെറിയ ആൾക്കാർ, ടൗൺഷിപ്പല്ല, ആളുകളിങ്ങനെ താമസിക്കും. കൃഷിയാണ് പ്രധാന മാർഗം.
വീണ്ടും ഒരു ഫ്ലൈ ഓവർ കയറുക. അത് ഒരു സർവീസ് റോഡ് അതിലേ പോകുന്നു. ഒരു മാവിന്റെ അതെ, ഒരു മാവ് നല്ലപോലെ മാങ്ങ കായ്ച്ചു നിൽപ്പുണ്ട് അതിലല്ല അല്ലേ. അത്രയോ മാവുകളാണ് നിൽക്കുന്നത്. ഇപ്പം ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു സർവീസ് റോഡ് കയറിയത് അടീക്കൂടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നില്ല. ജസ്റ്റ് ആ സ്ഥലത്തേക്കുള്ള ഒരു സർവീസ് റോഡ് പോലെ കൊടുത്തിട്ട് ഇവിടെ പൊക്കിയിരിക്കുക. മിക്കാറോ ഏരിയയിൽ അങ്ങനെ ഉണ്ട്. അടീക്കൂടെ ക്രോസ് റോഡുകൾ ഇല്ലതാണ്, ഒരു തോടോ ഒന്നുമില്ലതാണ്. ഇവിടുത്തെ ഓട്ടോയുടെ സൈസ് ഉണ്ടോ? അതെ അതെ അതെ, ഇവിടുത്തെ ഓട്ടോ പോലൊരു സാധനമായത്. നമ്മുടെ ഓട്ടോറിക്ഷയുടെ പകുതി വീതിയുള്ളൂ, പക്ഷെ നീളം കൂടുതലാണ്. ആള് നമ്മുടെ ഓട്ടോയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾ ഇരിക്കുകയും ചെയ്യും, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് തിരിഞ്ഞ്. ഇത് കട്ട ഉണ്ടാക്കും. അതെ അതെ, ഇഷ്ടികയുടെ ചൂളയാണ്. പെട്ടിച്ചെന്നെ ഫോണ് നോക്കി പോവാ. നമ്മുടെ സുന്ദരക്കില്ലാടിയിലെ ആ ഒരു ഏരിയ പോലൊക്കെ നമുക്ക് തോന്നുന്നു ഈ സ്ഥലം കണ്ടിട്ട്. സുന്ദരകില്ലാടി സിനിമയ്ക്ക്, അതെ, ദിലീപിന്റെ അല്ലേ. അതെ അതെ. ആർക്കെങ്കിലും അറിയാവോ അത് എവിടെ എടുത്തെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. ഇത് ബോർഡറിലേക്ക് എത്തുവാണേ, നമ്മുടെ മധ്യപ്രദേശ് ബോർഡറാണ്. യു പിയിലേക്ക് കയറുക. അത് ചെക്ക് പോസ്റ്റ് ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട്. റോഡെല്ലാം നല്ല പൊളിച്ചിട്ടിരിക്കുക ഇവിടെ അല്ലാതെ. ഫ്രണ്ടില് വർക്ക് നടക്കുന്നുണ്ട് കണ്ടോ. എല്ലാവരും മാറ്റുക, ടോപ്പിലെ ടാറിങ് അല്ല. RTO ചെക്ക് പോസ്റ്റ് 200 meter ahead. Oh, welcome to integrated മധ്യപ്രദേശ് ബോർഡർ. അത് കണ്ടോ, അവിടുത്തെ ബോർഡ് കണ്ടോ. ആ സ്ഥലം നോക്കി. ഇന്റഗ്രേറ്റഡ് മധ്യപ്രദേശ് ബോർഡർ. ആ മുമ്പോട്ടൊന്ന് കാണിച്ച ചെക്ക് പോയിന്റ് MP ബോർഡർ ആണേ. ഗോഡൌൺസ് ഒക്കെ ഉണ്ട്. ഇതെന്താ ഈ പടുതയിട്ട് മൂടിയിട്ടേക്കുന്നത്? ഗുഡ്സ് ആണോ? ഇതാ മറ്റേ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCIയുടെ ഒക്കെ. ഓ, ടോൾ റോഡ് സ്റ്റാർട്ട്. മിർസാപൂർ UP യിലാണ്, 52 കിലോമീറ്റർ. വാരണാസി 140 കിലോമീറ്റർ. ആസാൻസോൾ 582. കൊൽക്കത്ത 790. മിർസാപൂർ കേട്ടിട്ടുണ്ട്. UP ടൂറിസം. യെസ്, നമ്മൾ അത് ബോർഡറാണ് കടന്നത്. ഇപ്പം GST മാറിയതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളൊന്നും റോഡുകളില്ലല്ലോ. UP ടൂറിസം വെൽക്കംസ് യു ഇൻ മാ വിദ്യാവാസിനി ദേവി മിർസാപൂർ. മിർസാപൂർ കേട്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആയ ഉത്തർപ്രദേശിലേക്ക് കടന്നിരിക്കുക. അവിടെ മറ്റേ മധ്യപ്രദേശ് ഒരു ഗോൾഡൻ കളർ ആണെങ്കിൽ ഇതൊരു ഓറഞ്ച് ഇതാ അല്ലേ, ഫുൾ മണ്ണ് കാര്യങ്ങളെല്ലാം. റോഡിന്റെ അവസ്ഥ വീണ്ടും കോൺക്രീറ്റ് പോലുള്ള റോഡിലേക്ക് കയറിയെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഈ മട്ടിക്കല്ലെന്ന് പറയാലേ, അധികം താഴെയല്ലാത്ത ഹാർഡ്. ഇവിടെ വരുമ്പോഴത്തേനും ഫാമിംഗ് ലാൻഡായ ഇതാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബോർഡർ ഏരിയ. അങ്ങനെ UP യിലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ എല്ലാം ബോർഡർ ആയതുകൊണ്ട്, അടുത്തായതുകൊണ്ട് ഈ പറയുന്ന പോലെ
എല്ലാം സെയിം ഒക്കെ ആയിട്ട് തന്നെ നിൽക്കുന്നു. മണ്ണ് പക്ഷെ ബോർഡർ ഏരിയയിൽ ഇച്ചിരി കറ്റയായിട്ടുള്ള മണ്ണുകളായിരുന്നു. ഇവിടെ മാറി ഇപ്പൊ MP പോലെ തന്നെ നിൽക്കുന്നു. കുറച്ചൊക്കെ മാറിക്കഴിയുമ്പം എല്ലാം മാറുമായിരിക്കും. യെസ്, യോഗി ആദിത്യനാഥ് തലൈവറുടെ ഫോട്ടോ ഒക്കെ കണ്ടു തുടങ്ങി. ആഹാ, എന്ത് നല്ല പാട്ടേ. അതെ അതെ അതെ. കോപ്പറേറ്റ് അടിക്കല്ല, പുറകെ വന്ന വണ്ടിയുടെ ഓണാണത്, നമ്മുടെ പാട്ട് പ്ലേ ചെയ്തതല്ല. ഇതാണ് മണ്ണിന്റെ ഒരു അവസ്ഥ. നോക്കി, വെരി ഡ്രോട്ടഡ് ലാൻഡ്. ഇവിടൊക്കെ ഒന്നും ചെയ്യാനുള്ള പറ്റുന്ന സ്ഥലങ്ങളല്ല. ഭയങ്കര കല്ലല്ലേ? അതെ അതെ. നമ്മുടെ ഫാലിമിക്കകത്ത് അവര് കാശിയല്ലേ പോകുന്നേ? അതെ അതെ അതെ, കാശിക്കല്ലേ പോകുന്നത്. അവർ ഏത് വഴിയായിരുന്നു പോയെന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല സിനിമയ്ക്കകത്ത്. അവര് ട്രെയിനിലാണല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, പറഞ്ഞോ. ഞാൻ കാശിന്ന് ഞാൻ തിരിച്ചു വരുന്നില്ല. അയ്യോ, ഞാൻ തന്നെ പോകേണ്ടി വരുമോ? ഇനി ബിസിനസ്സും പിള്ളേരുടെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ തന്നെ നോക്കണം. മനസ്സമാധാനം കണ്ടെത്തിയാൽ, അവിടുത്തെ ബാങ്ക് അടിച്ചിട്ട് സമാധാനം കിട്ടിയാൽ ഞാൻ ബാങ്കുമായി. അറിയാത്തവർക്ക് കാണിച്ചു തരാവേ ബാങ്ക് എന്താന്ന്. ഒരല്പം പച്ചപ്പുകൾ കണ്ടു തുടങ്ങി. ഇവിടെ വന്ന് സെറ്റിൽ ആകാൻ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് സെറ്റിൽ ആവാം. സ്ഥലത്തിന്റെ വിലയൊക്കെ വേണേൽ ചോദിച്ചിട്ട് ഞങ്ങൾ പറയാം. നമ്മൾ അവിടെ മധ്യപ്രദേശിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാ ഹൈവേയില്. അതെ അതെ. നേരത്തെ 300, 100, 200, 300 ആ ഒരു റേഞ്ച് ആയിരുന്നു. പെട്ടെന്ന് ഹൈവേ ആയപ്പോഴത്തേക്ക് അതിന്റെ എമൗണ്ട് നേരെ 2000 ആയി. 435 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ്. ഇൻറ്റു 2000 എന്ന് പറയുമ്പോ എത്ര? 8 ലക്ഷം രൂപയൊക്കെയാണ് സെന്റിന്റെ വില. ഇതുപോലുള്ള ഡ്രൈ ഏരിയയില് പോലും ഹൈവേ അതിന്റെ പേര് 8 ലക്ഷം രൂപ സെന്റിന്റെ വില. ഒരേക്കറൊക്കെ വരുമ്പോൾ 80 കോടിയൊക്കെ വില. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒന്നുമില്ല. മലകളില്ല, മരങ്ങളില്ല. മരങ്ങളുണ്ട്, ഒരു പെട്രോൾ പമ്പ്, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. വണ്ടികളെല്ലാം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടാ. നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് ആവുന്നതുകൊണ്ട് അറിയുന്നില്ല, പക്ഷെ ഹ്യൂമിഡിറ്റി ഇല്ല. അതാണ്, പൊള്ളലേ ഉള്ളൂ. ചൂടിനൊരു പൊള്ളലേ ഉള്ളൂ, ഹ്യൂമിഡിറ്റി ഇല്ല. ഹ്യൂമിഡിറ്റി ഇവിടെ വരികയല്ല. ഇതുണ്ടോ, കുറച്ച് വീടുകൾ, കുടിലുകൾ പോലുള്ള വീടുകൾ. ഇതുപോലുള്ള വീടുകളും ഇതുപോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടില് ആളുകളൊക്കെ ജോലിക്ക് വരുന്നതൊക്കെ. റോഡ് കിടക്കുന്നുണ്ടോ? ഇത് 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അഗാധമായ കൊക്കയാ താഴോട്ട് കേട്ടോ, അതിഭയങ്കരമായ കൊക്കയാ താഴോട്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു ഡ്രോൺ ഷൂട്ട് എടുക്കാമേ. താഴോട്ട് നോക്ക്, ഇതുണ്ടോ 2 മലകളാ. അതൊരു മല,
ഇതൊരു മല. ഇതിനെ രണ്ടിനെ റോഡ് ഇത്രയും പൊക്കി അതിനെ കണ്ടിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പേടിയാവുന്നു. അമ്മേ, രണ്ട് സൈഡ്. എവിടെ എവിടെ ഒതുക്കാം? ഇവിടെ ഇച്ചിരി മുന്നോട്ട് പോട്ടെ, അവിടെ എവിടെ ഇടയുണ്ടോ നോക്കാം. അവിടെ വളവാണല്ലോ കറക്റ്റ്. നിർത്താൻ പറ്റുമെങ്കിൽ ഇവിടെ പറ്റുള്ളൂ. ഇവിടെ ആ അവിടെ ഒതുക്കിയിരിക്കും. അപ്പോൾ നമുക്കൊരു ഡ്രോൺ ഷൂട്ട് എടുക്കാം. ചൂടെന്ന് പറഞ്ഞാൽ ഹെക്റ്റിക്ക് ചൂടാണ്. ഒരു പ്രത്യേക ഭൂപ്രകൃതി, ബോർഡർ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് UP, ഉത്തർപ്രദേശ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു മല ഒന്ന് എഡ്ജ് ചെയ്ത് നിൽക്കുന്ന. താഴോട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് നോക്കുമ്പോൾ കാണുന്ന പോലത്തെ കൃഷി സ്ഥലങ്ങളാണെന്ന് തോന്നുന്നത്. റോഡ് ഹൈവേ വരുന്നുണ്ടോ? അങ്ങനെ വളഞ്ഞ് അങ്ങേയറ്റത്തു നിന്ന് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ വന്ന് തിരിഞ്ഞു പോരുക. നമ്മുടെ ബീസ്റ്റ് ഭയങ്കര ഏകാന്തത, ശൂന്യത, ഒരു മനുഷ്യനും ഇല്ല. വളരെ റോഡിൽ ട്രാഫിക് കുറവ്. വണ്ടിയൊക്കെ പോകുന്ന ഒരു 160, 140 താഴാതെ ആയിരിക്കും വണ്ടി പോകുന്നത്. ഇനി നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട്. ഭീകരമാണ്. സെബി ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പോവാ. അപ്പോൾ ഗൈസ്, നമ്മൾ ഉത്തർപ്രദേശിൻ്റെ എലിവേറ്റഡ് കാഴ്ചകൾ ഒന്ന് കാണാൻ പോവാണ്. ഒന്ന് ഫ്ലൈ ആയിട്ട് വരാം. വെയിൽ ഇച്ചിരി താന്നിട്ടുണ്ട്. നേരെ മേളുണ്ട്. ഒരു മാസ്റ്റർ ഷോട്ട് എടുക്കുവാണേ. ഡ്രോൺ തന്നെ ജോലി ചെയ്തോളും. ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ അപ്പുറം ഏകദേശം മധ്യപ്രദേശും, ഇതിൻ്റെ ഇപ്പുറം ഈ കാണുന്നത് ഉത്തർപ്രദേശാണ്, UP. ആ രണ്ട് മലകളെ ശരിക്കും ഒരു എംബാക്ക്മെൻ്റ് കൊണ്ട് റോഡ് ഡെവലപ്പ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുക. രണ്ട് സൈഡിലും നല്ല അഗാധമായ കൊക്ക, അതുപോലെ ഫോറസ്റ്റ് ലാൻഡ് വേണേ. അങ്ങനെ UPയുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുവാണേ. നമ്മളെ അതിശയിപ്പിക്കുന്ന
ചില ഭൂപ്രകൃതികൾ, ചൂട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുരങ്ങ് ഒക്കെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ, ഞാൻ ദൂരെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് സത്യം പറഞ്ഞ ഒരു കുരങ്ങിരിക്കുന്നു. പക്ഷെ ഒരു കുഞ്ഞ കൊച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായം കൊണ്ടല്ല, ആഹാരമൊന്നും കഴിക്കാനായിട്ട് ഇങ്ങനെ മെലിഞ്ഞ് ചെറുതായിട്ട് അടുത്ത് വന്നപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞാന്ന് മനസ്സിലായത്. ഇത്രയും വിജനമായ സ്ഥലത്ത് വല്ലോ ട്രൈബൽസോ അങ്ങനെ വല്ലതും ആണോ എന്നാന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇതിലിരിക്കുവോ ആ കൊക്കയുടെ അവിടെ. ഇതേന്ന് മറിഞ്ഞ് താഴെ പോവോ, ആരും ശ്രദ്ധിക്കാനും ഇല്ല. പൈസ ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഇരിക്കുവോ അവിടെ, പൈസക്ക് വേണ്ടിയിട്ട്. പക്ഷെ കണ്ടിട്ട് സങ്കടം അത് എടുക്കാൻ പറ്റിയില്ല. നല്ല വലിയൊരു ഹിൽ ഏരിയ, മൗണ്ടൻ മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല കുത്തിറക്കമാണ്. അപ്പം ഇറക്കത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ടവരെ ഓടിച്ചത് ഇടക്കാനായിട്ട് ഇച്ചിരി പാടാണ്. ഇതുണ്ട് ഇവിടുത്തെ ഈ ഹമ്പ് കണ്ടോ. ഈ ഹമ്പ് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കാണേ. ഹമ്പല്ല, സ്പീഡ് ബ്രേക്കറാണ്. നമ്മൾ നിർത്തി ചവിട്ടി അനക്കി മാത്രമേ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ആ പിള്ളേരവിടെ ഇരിക്കുന്ന കണ്ട മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ കഞ്ഞി വെക്കാനുള്ള പരിപാടിയിലാണേ. അവിടെ കഞ്ഞിവെപ്പ് നടക്കുമോ എന്ന് നോക്കാൻ വേണ്ടി നീന പോയതാണ്. വെള്ളം ഒരിച്ചിരി വേണം. വെള്ളം ഞങ്ങളുടെ കയ്യിലുണ്ട്, എന്നാലും ഉള്ളത് സ്റ്റോക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പോയതാ. എന്താ കണ്ടില്ലേ, എന്നാ 2 ബൈക്ക് ഒതുക്കിയതാണ് എന്നെ തന്നെ കണ്ടപ്പോ. ആണോ? അത് ശരി. പേടിയായിപ്പോ. ശരി, ഒതുക്കുന്ന ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഇതായിരുന്നു സംഭവം അറിയത്തില്ല. എന്നെ കണ്ടിട്ടല്ലേ. നീനയ്ക്ക് അങ്ങനെ ഒരു ഇത് തോന്നി. ആളുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ബൈക്ക് 2 പേര് കണ്ടപ്പം ഒതുക്കി എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ആയിരിക്കും, പറയാൻ പറ്റിയല്ല നമുക്ക്. ഒന്ന് വാഷ്റൂമിലൊന്ന് പോയി ഞങ്ങളിനി കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കുവാണ്. ഒരു സ്ഥലം നോക്കി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷപ്പ് ആകാൻ വേണ്ടി കയറുവാണ്. ജിയോയുടെ ഒരു പെട്രോൾ പമ്പാണ്. യുപിയിലെ ആദ്യത്തെ പമ്പാണ്. ഇവിടെ നൈട്രജൻ ഉണ്ടോ എന്ന് നോക്കണം. ഓ, ചുട് കാറ്റെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ചുട് കാറ്റ്.